ഓം അഗതീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. ഭാവത്തിന്റെ ചില ടിപ്സ് പറയുന്ന വീഡിയോകൾ ഒരു 10-12 ഞാൻ തൊട്ട് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഭാവം പറയേണ്ട രീതികളും ചില കോംപ്ലിക്കേറ്റഡ് ആയ കാര്യങ്ങൾ ഉൾപ്പെടെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നതേ, ഒരു നൻപൻ ചോദിച്ചു, എങ്ങനെയാണ് കേതു യോഗിയാക്കണേന്ന്. ആ ഒരു വിഷയം നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഈ വീഡിയോ ചിലപ്പോ ചെറിയ ഒരു ലാഗോട് കൂടിയൊക്കെ ആയിരിക്കും പോണത്, സ്ലോ ആയിട്ട് ഇരിക്കും പോണത്. അതിൽ ചില പാടലുകൾ ഉണ്ടാവും. ഇത് ലാഗായിട്ട് പോയാലും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാലും കുഴപ്പമില്ല. ഞാൻ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം ഏതൊരാൾക്കും മനസ്സിലാകും. പക്ഷെ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാര്യം ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഞാൻ പാടലുകൾ പറഞ്ഞു തന്നിരിക്കും. പക്ഷെ അത് സ്കിപ്പ് ചെയ്യരുത്. കാര്യം അതിൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങളുണ്ടാവും. പക്ഷെ അത് പറയുന്ന സമയത്ത് ചിലപ്പോൾ പാടലുകൾ ഉദ്ധരിക്കേണ്ടി വരും. തമിഴ് പാടലുകളാണ് കേട്ടോ. അപ്പോ കേതു എന്ന് പറയുന്ന ഗ്രഹത്തിന് വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രത്യേകിച്ച് യോഗി, ജ്ഞാനകാരകൻ ആരെന്ന് വെച്ച് കഴിഞ്ഞാല് ദ്യുമണി അമരമന്ത്രി ഭൂസുവ സോമസ്വാമി ഗുരു ഇനതനയാരോ ഭാർഗവ ഭാനുപുത്ര എന്ന് പ്രമാണം പറഞ്ഞ പോലെ താതാശാത്മ പ്രഭാവോ ദ്യുമണി മനോമാതൃ ശീതരശ്മിർ പ്രാത സത്വഞ്ച ഭൗമ ക്ഷിതിരപി വചനം ജ്ഞാനം ഇന്തോ തനൂജ എന്ന് പറയുമ്പോൾ അവിടെ ബുധനാണല്ലോ എന്ന് നിങ്ങൾ എടുക്കും. പക്ഷെ തമിഴ് അസ്ട്രോളജി പ്രകാരം മഹാജ്ഞാനത്തിന്റെ കാരകൻ ആയിട്ടുള്ളത് കേതുവാണ്. നിങ്ങൾ റിസർച്ച് ചെയ്യുന്ന ആളാണോ? റിസർച്ച് അനുസരിച്ചിട്ട് ഏതെങ്കിലും വിഷയത്തെ നോക്കിക്കാണുകയാണോ? വെരി ഹൈ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ വിത്ത് യുവർ ഓൺ ഇൻവെൻഷൻസ്, യുവർ ഓൺ ഡിസ്കവറീസ് ഇൻ ഇറ്റ്, ദാറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ കേതു. അപ്പോ പാടല് തിരുമൂലര് പറഞ്ഞിരിക്കുന്ന മഹത്തായ പാടലാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ പാടല് ചിലപ്പോ ഞാൻ പാടുമ്പോഴേ, ഘോരശാസ്ത്രം പാടുമ്പോ കാലാങ്കാനി വരാങ്കമാനനമുരോ ഇങ്ങനെ പാടുന്നത് പോലെയൊക്കെ ചിലപ്പോ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞപ്പോ ചില സുഹൃത്തുക്കൾ പറഞ്ഞിങ്ങനെ, യു ആർ ജസ്റ്റ് ട്രൈങ് ടു ഇമിറ്റേറ്റ് സംബഡി ഹു ഈസ് ഓൾസോ ഇൻ യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞു. അപ്പോ even then if I am reciting this type of paddles in Tamils, you may also feel some sort of imitations. Maybe you can feel some sort of similarities. അപ്പോ ഇതിന്റെ പാടൽ ഇങ്ങനെയാണ്: ഐവർക്കു നായകൻ അവോർ തലൈമകൻ ഉയ്യക്കൊണ്ടേറും കുതിரை മற்றൊന്നുണ്ട്, മെയ്യർക്കു പற்று കൊടുക്കും കൊടാതു പോയി പൊയ്യരെ തുള്ളി വീഴുന്തിടും താനെ. പൊയ്യരെ തള്ളി വീഴുന്നിടും താനെന്നും പറയും. ആറിയ നല്ലൻ കുതിரை രണ്ടുള്ള വീസി പിടിക്കും വിറകറിവാറില്ലേ, കൂറിയ നാഥൻ കുറുവിൻ അരുൾ പെற்றாൽ വാരി പിടിക്കും വസപ്പെടും താനേ. പിന്നെ പറയുന്നത് പാടല് ചെറിയ ഒരു കണക്ഷൻ ഉള്ളതാണ് ആത്മീയതയായിട്ട്. പുള്ളിനുമ്മിക്ക പുറവിയെ മേൽ കൊണ്ടാൽ കള്ളുണ്ണ വേണ്ട താനേ കളി തരും, തുള്ളി നടത്തിക്കും സോമ്പു പതുപ്പിക്കും ഉള്ളത് സ്വന്നോം ഉണയുടയോർക്ക്. അപ്പൊ അതില് ചില ചെറിയ വ്യത്യാസപ്പെടുത്തിയാണ് ഞാൻ പാടിയേക്കണം. അത് ചെറിയ രീതിയിൽ മനഃപൂർവ്വമായിട്ടാണ് എടുക്കേണ്ടി വരും. പിറാണന്റെ പാട്ട് ചിലപ്പോൾ ആവശ്യം വരില്ല, അതുപോട്ടെ. അടുത്ത പാടല്: എറുതൽ പൂരകം ഈരട്ടുവാമത്താൽ ആറുതൽ കുംഭം 64 ഊറുതൽ 32 തിരേസകം മാറുതൽ ഒன்றின் കൺ വഞ്ചകമാമേ. ഇപ്പൊ അത്ര മതി. ഇത് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കണേ അങ്ങനെ അങ്ങനെ പോകും. അപ്പൊ ആദ്യം പറഞ്ഞത് ഐവർക്കു നായകൻ അവോർ തലൈമകൻ
ഉയ്യക്കൊണ്ടേറും കുതിரை മറ്റൊന്നുണ്ട്. പൊയ്യർക്കു മെയ്യർക്കു പറ്റു കൊടുക്കും കൊടാത്തുപോയി പൊയ്യറേ തള്ളി വീഴുന്തിടും താനെ. രാശിയൊക്കെ നോക്കാം. ഇതിൽ പഞ്ചഗ്രഹങ്ങൾ എന്ന് പറയുന്ന ഐവർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ശരകല ഞാൻ പഠിപ്പിക്കുന്ന പാടലുകളൊക്കെയാണ് കേട്ടത്. ശരം ശരം പാർപ്പവൻ പരം പാർപ്പൻ, ശരം അറിന്തവനോട് ശരസമാടാതെ, ശരം തെറിയാമൽ ജ്യോതിடம் பார்த்தால் சரியான விளக்கம் கிடையாது. ശരം താൻ ഉയരെ, ശരം താൻ കോളെ, ശരം താൻ ഗ്രഹമേ, എല്ലാമേ ശരം താൻ. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ അപ്പടി സൊന്നാൽ എന്നാ, അപ്പടി സൊന്നാൽ ഇപ്പടി എല്ലാമേ ഇருக்கு. ഞാനേ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമില്ല. ഈ 12 ഘട്ടത്തില് ഐവർ എന്ന് പറഞ്ഞ 5 ഗ്രഹങ്ങള് ശവായ്, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനിയാണ്. ഐവർക്കു നായകൻ, ഇവരുടെ നായകൻ ആരാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സൂര്യനാണ്. അവോർ തലൈമകൻ, സൂര്യൻ, അതായത് കാലപുരുഷന്റെ ആത്മാവായിട്ടുള്ള സൂര്യൻ. ഈ ആത്മാവ് പഞ്ചഭൂതങ്ങളാകുന്ന ശരീരം, അതിൽ പഞ്ചഭൂതമാണ് ഇത്. നിലം, നീര്, നെരുപ്പ്, വായു, ആകാശം. നിലം, നീര്, നെരുപ്പ്, കാറ്റ്, ആദായം എന്ന് തമിഴിൽ പറയുന്ന ഭൂമി, ജലം, അഗ്നി, വായു, ആകാശമാകുന്ന പഞ്ചഭൂതങ്ങൾ. ഇതിന്റെ ഓർഡർ ഇങ്ങനെയല്ല. ഹോരാശാസ്ത്രത്തിൽ ഒരു വചനമുണ്ട്, അത് ഞാൻ ഇവിടെ എടുത്ത് വീണ്ടും ഉരിയാടുന്നില്ല, കൺഫ്യൂഷൻ ആക്കുന്നില്ല. ശരകലയിൽ ചെറിയ വ്യത്യാസത്തിലാണ് എടുക്കാറ്. പരമ്പരമുറയിലും പഞ്ചഭൂതങ്ങൾക്ക് ചെറിയ വ്യത്യാസം ഉണ്ട്. അപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്ന തമിഴ് മെത്തഡ് ആയതുകൊണ്ട് ഇവിടെ പഞ്ചഭൂതങ്ങൾക്ക് ചെറിയ വ്യത്യാസമുണ്ട്. ഇത് പഞ്ചചക്രങ്ങളായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ പഞ്ചഭൂതങ്ങള് ആകുന്ന, പഞ്ചേന്ദ്രിയങ്ങളാകുന്ന, പഞ്ചഭൂതങ്ങളാകുന്ന, പഞ്ചപ്രാണനാകുന്ന, പ്രാണോ അപാന വ്യാനോദാന സമാനങ്ങളാകുന്ന ആ പഞ്ചകത്തെ കാണിക്കുന്ന 5 ഗ്രഹങ്ങൾ, ആ 5 ഗ്രഹങ്ങൾ കൂടിയ പഞ്ചഭൂതമാകുന്ന ശരീരം. അതുകൊണ്ടാണ് ഓരോ ഗ്രഹത്തിന്റെ ഓരോരോ കാരകത്വം ഞാൻ മുന്നേ പല വീഡിയോയിലും ചേർന്ന. പല്ല് ഏതാന്ന് വെച്ചാൽ ചൊവ്വയാണെന്ന് പറയും, അല്ലെ? രക്തം ഏതാന്ന് പറഞ്ഞാൽ ചൊവ്വയാണെന്ന് പറയും. ഇതൊക്കെ ഹോരയിൽ വളരെ ഷോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഹോര പഠിച്ചുകൊണ്ട് ബാക്കിയുള്ള ഒരു വേഴ്സറ്റബിൾ ആയിട്ടുള്ള, വളരെ എക്സ്പാൻഡഡ് ആയിട്ടുള്ള തരത്തിൽ പഠിച്ചതിന് ശേഷം മാത്രം ഹോര വായിച്ചാലേ ഇത് കണക്ഷൻ കിട്ടുള്ളൂ. അല്ലാണ്ട് ഹോര വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചാലും കാര്യമില്ല. വിതൗട്ട് ഹോര, ഇഫ് യു ലേൺ the core of astrology in all the dimensions, then if you learn hora again, you can get it as a code. അതാണ് ഞാൻ പറഞ്ഞു വരുന്ന. ഈവൻ then first of all I learned hora എന്റെ 15ാമത്തെ വയസ്സിൽ. ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ പയ്യനാണെന്നാണ് ചിലർ പറയണത്, മോൻ എന്നൊക്കെയാണ് പലരും വിളിക്കണത്. പുതിയ ആളാണ് ജ്യോതിഷത്തിൽ വന്നേക്കണം എന്നൊക്കെയാണ് പലരും വിചാരിക്കുക. എനിക്കിപ്പോ ഏജ് ഞാൻ പറയുന്നില്ല, എന്റെ കളരിയുടെ വീഡിയോയിലൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും. പക്ഷെ ഞാൻ 1995 ജ്യോതിഷം പഠിക്കാൻ തുടങ്ങിയതാണ്. അത് വേറെ പുറത്തുനിന്ന്, വീട്ടിൽ നിന്നല്ല കേട്ടോ, പുറത്തുനിന്ന്. അതിനുശേഷം 2002 കഴിഞ്ഞപ്പോൾ ജ്യോതിഷം നോക്കാൻ തുടങ്ങി. 2003 കൂട്ടിയത് കുറച്ചും കൂടി ഇങ്ങനെ വലിച്ചു വെക്കണം. അത് കുറച്ചാളിങ്ങനെ വീട്ടിൽ ബോർഡൊക്കെ വെച്ച് ഇരുന്ന് ജ്യോതിഷം നോക്കി 2008 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും സിറ്റിയിൽ ആലുവ സെന്ററിൽ ജ്യോതിഷാലയം നോക്കി. അത് കണ്ടിന്യൂ ചെയ്തിട്ട് ഇപ്പോഴും ആ ജ്യോതിഷാല അവിടെ ഉണ്ട്, നിർത്തേണ്ടി വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ 2008 തുടങ്ങിയ ജ്യോതിഷാല ഇപ്പോഴും അവിടെ ഉണ്ട്. 2025 ആവണം കണ്ടിന്യൂസ് ആയിട്ട് ജ്യോതിഷം നോക്കുന്നുണ്ട്. ആലുവയിലുള്ള മിക്ക ആളുകൾക്കും ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട പൂജാതി കാര്യങ്ങളായി ബന്ധപ്പെട്ട ആളുകൾക്ക് തന്നെ അറിയാം. അപ്പൊ ചിലർ, ഞാനിപ്പോ വീഡിയോ ഇപ്പോഴല്ല ചെയ്യണേന്ന് വിചാരിച്ചിട്ട് ചിലർ ചോദിക്കും, പയ്യൻ എന്നൊക്കെ പറഞ്ഞേക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഹോര ഞാൻ എൻ്റെ 15 വയസ്സിൽ 95-96 സമയത്തൊക്കെയാണ് പഠിക്കണത് കേട്ടോ. അപ്പൊ ആദ്യം പഠിച്ചത് അതാണെങ്കിലും ആദ്യം അങ്ങനെ പഠിക്കേണ്ടി വന്നു. കാര്യം ഗുരുനാഥൻ ആദ്യം പഠിപ്പിച്ചത് ഹോരയാണ്, എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ അവരുടെ രീതി അങ്ങനെയായിരുന്നു. അപ്പോ ആ ഹോര അങ്ങനെ പഠിക്കുകയല്ല വേണ്ടത്,
ആദ്യം വേഴ്സറ്റൈൽ ആയ തിയറി എല്ലാം വളരെ എക്സ്പെൻഡഡ് ആയ തിയറി പഠിച്ചിട്ട് ഹോര പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ആക്യുറസി കിട്ടും. അപ്പൊ ഞാൻ കളരിയുടെ കേസും ഇങ്ങനെ തന്നെ പറയാറുണ്ട്. ആദ്യം വടക്കൻ കളരി പഠിച്ചിട്ടാണ് തെക്കൻ കളരി പഠിച്ചത്. ഇപ്പൊ തെക്കൻ കളരിയെ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ മാതിരി. അപ്പോ ഇവിടെ ഇതൊക്കെ കണക്ട് ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി ഇട്ടാണ് വിഷയം മാറിപ്പോകുന്നല്ല. ഐവർക്കു നായകൻ, ഐവർക്കു നായകൻ, ഈ 5 പേരുടെ നായകനാണ് ആത്മാവ്. പഞ്ചഭൂതങ്ങളെയും കൊണ്ട് ആടുന്ന ശരീരത്തിന്റെ ആത്മാവായി വർത്തിക്കുന്നത് സൂര്യനാണ്. ഔവോർ, അതിന് കുറെ അർത്ഥങ്ങളുണ്ട്. തലൈമകൻ, തലയായിരിക്കുന്നവനാണത്. ഉയ്യക്കൊണ്ടേറും കുതിരൈ മറ്റൊന്നുണ്ട്. ആത്മാവ് ശരീരത്തില് ഉയ്യക്കൊണ്ട് ഏറുന്ന ഇതിന്റെ കുറച്ചും കൂടി സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ എന്റെ അമാനുഷിക ലോകം എന്ന് പറയുന്ന ചാനലിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും. അത് പ്രത്യേകം മൂടി ചെയ്യണതാണ്. ഇത് കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവണം. ഉയ്യക്കൊണ്ട് ഒരു സ്ഥലത്തേക്ക് കൂടി നമ്മൾ മലയമേ കൂടി ഇങ്ങനെ 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 കയറുന്നതിനാണ് ഉയ്യക്കൊണ്ട് കയറുക എന്ന് പറയുന്നത്. കുറച്ച് കഷ്ടപ്പെട്ട് കയറുക. അങ്ങനെ കയറുന്ന 2 കുതിയിറകൾ ഉണ്ടെന്ന് പറയുന്നത്. 2 ഇറകൾ ഉണ്ട് എന്ന് പറയാം. ഇറയൊക്കെ ഉണ്ടാന്നുള്ളത് മറ്റേ വീഡിയോയിൽ നോക്കിയാൽ കാണാം. ഇവിടെ ഇറ ഈക ഈ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇന്ദു ഈയ എന്നൊക്കെ പറഞ്ഞ മൂലധാതുവിന് ചന്ദ്രനാണ് ഇവിടെ ഇരിക്കുന്നത്. സൂര്യൻ ചന്ദ്രൻ എന്നീ പറയുന്ന 2 ഗ്രഹങ്ങളെ, മാതാവും പിതാവുമായിട്ടുള്ള 2 ഗ്രഹങ്ങള് ആകുന്ന ഞാൻ കുറച്ചൊക്കെ മറച്ചിട്ടൊക്കെ ആയിരിക്കും പറയുന്ന ആ കാര്യങ്ങൾ. എന്തായാലും ആ 2 ഗ്രഹങ്ങളെ ഇവിടെ ഇതും 5 പഞ്ചഭൂതങ്ങളെയും പഞ്ചഗ്രഹങ്ങളെയും പറഞ്ഞു. എന്നിട്ട് ഇവിടെ കേതു വന്നതാണ് നോക്കണം കേട്ടാ. കുറച്ചും കൂടി അർത്ഥം മാറ്റി പറയാം. ഐവർക്കു നായകൻ അവോർ തലൈമകൻ ഉയ്യക്കൊണ്ടേറും കുതിരൈ മറ്റൊന്നുണ്ട്. കുതിര എന്ന് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് കാലപുരുഷന്റെ ഫസ്റ്റ് രാശി ഏതാന്ന് നോക്കി. അശ്വിനി നക്ഷത്രം. അശ്വിനി എന്ന് പറയുന്ന അശ്വതി നക്ഷത്രം. അശ്വിനി എന്ന് പറഞ്ഞാൽ എന്താ? കുതിരയാണ്. കുതിര. അശ്വിനി എന്ന് പറയുന്ന നക്ഷത്രം കുതിരയാണ്. അതിന്റെ അധിപൻ ആരാന്ന് നോക്കി. ഇത് ട്രയാങ്കിൾ പൊസിഷനിൽ എടുക്കണ അശ്വതി മകം മൂലം എന്ന് പറയുന്ന ജന്മ അനുജന്മ ത്രിജന്മ നക്ഷത്രങ്ങൾ എടുക്കുമ്പോൾ അശ്വതി, അനുജന്മം, മകം, ത്രിജന്മം, മൂലം അല്ലെ. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് ഇത് ആരുടെ നക്ഷത്രമാണ്? ഇത് 3 ഖണ്ഡങ്ങളായി രാശി ചക്രം വന്ന സമയത്ത് പ്രഥമ ഖണ്ഡം, ദ്വിതീയ ഖണ്ഡം, തൃതീയ ഖണ്ഡത്തിൽ വരുമ്പോ ധർമാർത്ഥ കാമ മോക്ഷങ്ങള്, ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളെ കൊണ്ട് 3 ഘട്ടങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത 3 ശാരീരികമായിട്ടുള്ള അവസ്ഥകളെ പിന്തുടർന്ന് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതെങ്ങനെയാന്ന് നിനക്കറിയാലോ. വളർച്ചയുടെ അവസ്ഥ, കോൺസ്റ്റന്റ് ആയിട്ടുള്ള അവസ്ഥ, പിന്നെ തളർച്ചയുടെ അവസ്ഥ. തുറന്നു പോയിക്കൊണ്ട് ഇരിക്കുന്ന സമയത്തുള്ള കേതുവിന്റെ നക്ഷത്രങ്ങളായ 3 അവസ്ഥകളെ കാണിക്കുന്നതാണ് കുതിരൈ. ഇതിനും പ്രത്യേകതകളുണ്ട്. ഈ 3 നക്ഷത്രങ്ങളുടെ ഇതെടുത്താലും അവിടെ ഒരു കുതിര ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ വാലുണ്ടാവും, അല്ലെങ്കിൽ തലയുണ്ടാവും, അല്ലെങ്കിൽ ഓടലും ഉണ്ടാവും. അത് നക്ഷത്രങ്ങളുടെ കാരകത്വം നിങ്ങൾക്ക് അറിയാമെങ്കിൽ അറിയാൻ പറ്റും. പല്ലക്കും അതും ഇതും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടേ അറിയാൻ പറ്റും. നിങ്ങൾ കുറച്ചും കൂടി നക്ഷത്രകാരത്തെ കുറിച്ച് ഓർത്തിരിക്കും. ഇപ്പൊ ഞാൻ പറയാൻ പോണത് എന്തുകൊണ്ട് എങ്ങനെയാണെന്നാ പറയാൻ പോണത്. അപ്പൊ കേതു എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ ആധിപത്യത്തുള്ള കുതിരയിലാണല്ലോ ഇത് തുടങ്ങണം. എന്തുകൊണ്ട്? കാലപുരുഷന്റെ തത്വത്തെ പരാശരരെന്ന് ഞാൻ പറയുള്ളൂ, പിന്നെ അതിനുശേഷം വരാഹമിഹിരരും ഒക്കെ എന്തുകൊണ്ട് എടുത്ത് ഇങ്ങനെ വെച്ചു? കേതുവിൽ തുടങ്ങി. കേതു എന്തുകൊണ്ട് സൂര്യനിൽ തുടങ്ങിയില്ല ദശ? കേതു ശുക്രൻ ആദിത്യൻ ചന്ദ്രൻ ചൊവ്വ രാഹു വ്യാഴം ശനി ബുധൻ ഇങ്ങനെയല്ലേ പോണത്. അപ്പോ കേതുവാണ് മഹാജ്ഞാനത്തിന്റെ കാരകൻ എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അപ്പൊ കേതുവിന് ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ ഐവർക്കു നായകൻ അവോർ തലൈമകൻ ഉയ്യക്കൊണ്ടേറും കുതിരൈ മറ്റൊന്നുണ്ട്. ഒരു കുതിരയല്ല, 2 കുതിര കൂടി ഉണ്ട്. അശ്വിനി മാത്രമല്ല, മാഗുണ്ട്, മൂലമുണ്ട്. അപ്പൊ മറ്റേ കുതിരയാണ് മൂലം. മൂലം എன்ற മൂലാധാരം. ഇത് രാശി ചക്രമാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. രാശി ചക്രം നിങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കിക്കോ.
രാശി ചക്രം എടുത്ത് നോക്കുമ്പോ കാലാങ്കാനി വരാംഗമാനനമുറോ, ഇത് ട്യൂൺ മാറ്റി പറ, അല്ലെങ്കിൽ കാലാങ്കാനി വരാംഗമാനനമുറോ ഹൃത്ക്രോഡവാസോ ഭൃതോ, അങ്ങനെ വേണ്ട, ഹൃത്ക്രോഡവാസോ ഭൃതോ വസ്തിർവ്യഞ്ജനമൂരു ജാനുയുകളെ ജംഘേ തഥേ തഥോ അങ്കൃദ്വയേ മേഷാശി പ്രഥമ നവർഷചരണ ചക്രസ്ഥിതാരാശയോ രാശി ക്ഷേത്ര ഗൃഹ ഋഷഭാനി ഭവനം ച ഏക അർത്ഥ സംപ്രത്തയേ. അല്ലെ, എന്തൊക്കെയാ പറഞ്ഞത്? രാശി, ക്ഷേത്രം, ഗൃഹം, ഋഷം, ഭാനി, ഭവൻ. 6 പറഞ്ഞല്ല, ഭയങ്കരനാണല്ല. അല്ലെ, അതും വൃത്തം പോകാണ്ട്. വൃത്തം എന്ന് പറഞ്ഞാൽ അറിയാവോ സംസ്കൃതത്തിലെ? അപ്പൊ യരതങ്ങളും ഭജസങ്ങൾക്കും മനങ്ങളും ഗലയാത്രമായിട്ട് വരുന്ന ആദി അന്ത്യ മധ്യ ലഘു ഗുരുക്കളെ തരംതിരിച്ച് ഇണക്കിക്കൊണ്ട് അത്ര കടുകട്ടിയായിട്ട് വേണമെങ്കിൽ പറയാല്ലേ, മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന വൃത്തസമുച്ചയമായ ഹോരാശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ആ പ്രമാണത്തില് കാലാംഗാനി വരാംഗം, വരാംഗമായിരിക്കുന്ന തല, അനനം ഫേസ്, ഇങ്ങനെ പോയി കഴിഞ്ഞ അവസാനം എന്തോരും ഈ മൂലം നക്ഷത്രം മഞ്ഞിന് തൊട്ട് മുമ്പ് എവിടെ വരും? കണ്ട, ഈ ഉടലിന്റെ ഗുഹ്യഭാഗത്തെത്തും. ഇവിടെ വൃശ്ചികൻ രാശി എന്ന് പറഞ്ഞാൽ ഗുഹ്യഭാഗത്തെത്തും ആണ്. വരാംഗമാനനമുരോ ഹൃത്ക്രോഡ വാസോഭൃതോ വസ്തിർവ്യഞ്ജന ഊരു, വസ്തിർവ്യഞ്ജനമൂരു. അപ്പൊ ജാനുവിന്റെയും ഊരുവിന്റെയും ആയിട്ടുള്ള ഭാഗത്ത് ഇവിടെ മൂലം നക്ഷത്രമാണ്, നിങ്ങളുടെ മൂലമാണ്. അപ്പൊ സ്വാധിഷ്ഠാനം ഏതാ എന്ന് വെച്ച് കഴിഞ്ഞാല് അതിവിടെ പറയാം. അതും സാധാരണതല്ല, ഇവിടെയുള്ള സ്വാതി നക്ഷത്രമായ സ്വാതിയിൽ സ്വാധിഷ്ഠാനം കുടികൊള്ളുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കോ. അപ്പോ അങ്ങനെ കുടികൊള്ളുന്ന മൂലാധാര സ്വാധിഷ്ഠാന മണിപൂരക അനാഹത വിശുദ്ധി ആജ്ഞകളെ കൊണ്ട് ഇരിക്കുന്ന ചക്രങ്ങളില് മഹിമൂലാധാര കിമപി മണിപുരി ഹുദാഹംസിതം സ്വാധിഷ്ഠാന മഹിമരുത ആകാശമുപരി എന്നൊക്കെ ശങ്കരാചാര്യർ വരെ പാടിയിട്ടുള്ള, അല്ലെ, മൂലത്തിൽ 4, മുടിച്ചിയിൽ 6, അല്ല മൂലത്തിൽ 4, അതിന് മൂലത്തിൽ 4, മകുടത്തിൽ 6, മുടിച്ചിയിൽ 10 എന്നും പറഞ്ഞു വരുന്ന തമിഴ് പാടലുകൾ നോക്കിയാല് ഇതെല്ലാം ദലാതിദലങ്ങളായിട്ട് നക്ഷത്ര സമുച്ചയങ്ങളുടെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു കാര്യം വീണ്ടും എടുത്തു പറയട്ടെ, ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫ്ലോയിൽ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാലും നിങ്ങൾ ഇതങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകണ്ട, നിങ്ങൾക്ക് ആവശ്യമുള്ളത് വരുന്നുണ്ട്. ഈ വീഡിയോ ഇങ്ങനെ പോകുള്ളൂ. ചിലവർ പറഞ്ഞ് കുറച്ചു നേരം കൊണ്ട് തീർന്നു കൊണ്ടാ കണ്ടോളൂ, അങ്ങനെ കാണുന്നുള്ളവർക്ക്. അപ്പോ ഇവിടെ ഐവർക്കു നായകൻ അവോർ തലൈമകൻ ഉയ്യക്കൊണ്ടേറും കുതിരൈ മറ്റൊന്നുണ്ട്. ഇങ്ങനെ പറയുമ്പോ ചിലവർക്ക് ദേഷ്യം കയറൂട്ടാ. ഇയാള് നേരെ അങ്ങോട്ട് പറയണേന്ന് പറയാൻ എന്തിനാ പൊട്ട പാട്ടൊക്കെ പാടി പാടണേന്ന് പറയും. ഇത് ഇങ്ങനെ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പാടുന്നത്. അപ്പൊ ഈ മൂലം നക്ഷത്രമുണ്ട്. മൂലം നക്ഷത്രം കാലപുരുഷന്റെ മൂലാധാരമാണ്. നിങ്ങൾ മൂലനക്ഷത്രത്തിൽ പറഞ്ഞാൽ അതിനും ഒരു ഫലം ഉണ്ട്. കേതുവിന്റെ നക്ഷത്രമാണ് മൂലനക്ഷത്രം. മൂലനക്ഷത്രത്തിന്റെ സ്വഭാവമൊക്കെ പണ്ട് ഇതുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, പ്രമാണ സഹിത. ആ പ്രമാണമൊക്കെ എന്ന് പറഞ്ഞാൽ ബുക്കിൽ കിട്ടുന്ന പ്രമാണമാണ്. അല്ലാതെ നമുക്ക് ഒറ്റയടിക്ക് എങ്ങനെ മൂലനക്ഷത്രത്തിന്റെ സ്വഭാവം കാണാനുള്ള മെത്തേഡുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ സാധാരണ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അല്ലാണ്ടും വീഡിയോന്റെ ഇടയിൽ കാണാനേ പല നിങ്ങൾക്ക് കിട്ടും. അപ്പൊ മൂലനക്ഷത്രം, അപ്പൊ അശ്വതി മകമൂലം കിട്ടിയില്ലേ? കുതിരൈ മറ്റൊന്നുണ്ട്. അവിടെ ഇറൈ വരും, കുതി ഇറയും കൂടി വരും. അവിടെ ഒരു ഇറയുണ്ട്, കുതിറ. ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള മാതിരി കോലമണി നാരായണ കീഴ് വാസൽ എന്ന് ഇതിന് തമിഴിൽ പറയും. ആ കീഴ് വാസൽ ഇവിടെ ഇരിക്കുന്നുണ്ട്, ശരിയല്ലേ? അവിടെ നിന്നാണ് ദളങ്ങൾ 4 ആയി, 6 ആയി, 10 ആയി, 12 ആയി, 16 ആയി, വീണ്ടും അത് ചുരുങ്ങി 2 ആയി, പിന്നെ അത് സഹസ്രമായിട്ടൊക്കെ തോന്നുന്നത്. ഓക്കെ, അതിൽ എല്ലാത്തിലും പഞ്ചഗ്രഹങ്ങൾ 5 സ്ഥാനങ്ങളിൽ കുടികൊള്ളുന്നുണ്ട്, ഈ ഐവറുകൾ. അപ്പൊ ഐവർക്കു നായകനവോർ തലൈമകൻ ഉയ്യക്കൊണ്ടേറും കുതിരൈ മറ്റൊന്നുണ്ട്. മെയ്യർക്ക് പറ്റു കൊടുക്കും. മെയ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ്യിനെ
അയ്യമാക്കുന്നവർ ആരു അവർ. അതായത് യോഗാദി കലകൾ മറ്റുള്ളവരൊക്കെ ചെയ്യുന്നതാണ് ഈ ഇത് പറയുന്നത്. പറ്റു കൊടുക്കും കൊടാതെ പോയി പൊയ്യറെ തള്ളി വിടുന്തിടും താനേ. അതിനുശേഷമുള്ളത് അതിൽ കുറെ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ പാടലിന്റെ സ്പിരിച്വൽ സൈഡ് അറിയണമെങ്കിൽ എന്റെ മനുഷ്യലോകം എന്നുള്ളതിൽ പോയി കാണാം. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ കേതുവിന്റെ നക്ഷത്രങ്ങളായിട്ടുള്ള അശ്വതി മക മൂല നക്ഷത്രത്തില് ആധാര ചക്രങ്ങളുടെ നക്ഷത്രങ്ങൾ, ഇത് അശ്വതി മകമൂല ആധാര ചക്രങ്ങളുടെ നക്ഷത്രമാണ്. ഇപ്പൊ ഞാൻ മൂലാധാരം പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് സ്വാധിഷ്ഠാനം വന്നതെന്ന് പറഞ്ഞാൽ അതിനൊരു സംഭവമുണ്ട്. ആധാര ചക്രങ്ങൾ ഇവിടെ 3 നമ്പറുള്ളൂ, ബാക്കി 3 ഉണ്ട്. അതിൽ വേറെ ഒരെണ്ണം കൂടി പറഞ്ഞു. ഇപ്പൊ 4 ചക്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബാക്കി 2 പറഞ്ഞല്ല. നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമെങ്കിൽ ഊഹിച്ചെടുക്കുക. അപ്പൊ ഈ 6 ചക്രങ്ങളാകുന്ന നക്ഷത്രങ്ങളിൽ നിങ്ങൾ ജനിച്ചാലോ, ഇപ്പൊ 4 നിങ്ങൾക്ക് കിട്ടിയില്ലേ, ഈ നക്ഷത്രങ്ങളിൽ നിങ്ങൾ ജനിച്ചാലോ, അതല്ലെങ്കിൽ കേതു നിങ്ങളുടെ കാലപുരുഷന്റെ ലഗ്നത്തിലോ കാലപുരുഷന്റെ 5-ലോ കാലപുരുഷന്റെ 9-ലോ ഇരുന്നാൽ, അതായത് നിങ്ങളുടെ ലഗ്നത്തിന്റെ 5-ലോ നിങ്ങളുടെ ലഗ്നത്തിന്റെ 9-ലോ നിങ്ങളുടെ ലഗ്നത്തിലോ കേതു ഇരുന്നാലും നിങ്ങൾക്ക് യോഗാദി കലകളിൽ താല്പര്യം ഉണ്ടാകും. യോഗിയാവാനുള്ള സാധ്യത വളരെയധികം കൂടും. അത് ഈ നക്ഷത്രം ആയിട്ട് കണക്ഷൻ വന്നാലും കൂടും. ഇനി അത് അടുത്ത പാഠങ്ങൾ നോക്കുമ്പോൾ കുറച്ചും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആറിയന്നല്ലൻ കുതിരയിരണ്ടുള്ള വീസിപ്പിടിക്ക വിറകറിവാറില്ലേ കൂറിയ നാഥൻ ഗുരുവിനരുൾ പെற்றாൽ വാരിപ്പിടിക്ക വസപ്പെടും താനെ. ഞാൻ ബാക്കിയുള്ള പാടലുകളിലൊന്നും പോകണില്ല. ഈ പാടലും കൂടി നിർത്തുകയാണ് ഞാൻ. പുള്ളിന്ന് മിക്ക പുറവിയെ മേற்കൊണ്ടാന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് പഞ്ചവശാസ്ത്രം അറിഞ്ഞാല അത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. വള്ളുവറാന്റെ കാകം കോഴി മയില് എന്ന് പറയുന്ന പഞ്ചപക്ഷികളെ കൊണ്ടുള്ള അമൈപ്പിനാല് പഞ്ചഭൂതങ്ങളുടെ കലകള് 5 പഞ്ചകമായിട്ടുള്ള അവസ്ഥയിൽ അരസ് ഊണ് തുയിൽ നടസാവെന്ന് പറഞ്ഞ അവസ്ഥയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന എനർജിയുടെ വ്യത്യാസം അനുസരിച്ചുള്ള കലകൾ അറിഞ്ഞാൽ മാത്രമേ അത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഇപ്പൊ നമുക്ക് നോക്കാം. ആരിയ നല്ലൻ കുതിരൈ ഇരണ്ടുള്ള ആര്യൻ, അത് ഞാൻ കുറച്ചൊന്ന് വളച്ചൊടിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ആര്യൻ നല്ലൻ എന്ന് പറഞ്ഞാൽ 6 എന്ന് പറയുന്ന 6 ഈയൻ. 6-നെ ഈയുന്നവൻ ആരാണ്? 6 എന്ന് പറഞ്ഞാൽ 1/2 വർഷമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സൂര്യൻ. ഈയൻ 6-നെ ഈയുന്നവൻ. നല്ലൻ 4. ആറിയൻ നല്ലൻ കുതിരൈ ഇരണ്ടുള്ള. നല്ലൻ എന്ന് പറഞ്ഞ ആരാണെന്ന് പറഞ്ഞാൽ നല്ലൻ സൂര്യൻ. സൂര്യനല്ല, ചന്ദ്രൻ.